എംബനിലേക്കും പറയാനുണ്ട്. ഷെക്കേന ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഷെക്കേന ന്യൂസ് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ MLA രാജൻ ജെ പല്ലനാണ്. അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് MLAയിൽ നിന്നും തന്നെ അറിയാം. തൃശ്ശൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന 40ഓളം വരുന്ന ഡിവിഷൻ ഉൾപ്പെട്ടതാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം. പ്രധാനമായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അതാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗതക്കുരുക്കാണ്. ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മേയറായിരുന്ന കാലഘട്ടങ്ങളിൽ നിരവധി ജംഗ്ഷൻ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, നടുവിലാട്, കുറുക്കഞ്ചേരി, അങ്ങനെ ഒരുപാട് ജംഗ്ഷനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പൂങ്കുന്നം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അടിക്കടിക്ക് ഉണ്ടാകുന്ന വാഹനങ്ങളുടെ വർധനവും ഒക്കെ കൊണ്ട് ചെറിയ റോഡുകളും കൊണ്ട് വാഹന ഗതാഗത പെരുപ്പം വളരെ കൂടുതലാണ്. ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നു ഗതാഗതക്കുരുക്കൊണ്ട്. അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് പടിഞ്ഞാറേക്കോട്ട ഫ്ലൈ ഓവർ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഇന്നലെ കഴിഞ്ഞു, അതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അശ്വിനി, പാട്രാക്കൽ, പൂങ്കുന്നം എന്നീ ജംഗ്ഷനുകളുടെ ഒരു കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലൈ ഓവർ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വരാജ് റൗണ്ടിൽ നിന്നും കിഴക്കമ്പാട്ടുകര വരെയുള്ള റോഡ് വീതി കൂട്ടാനും മോഡൽ റോഡാക്കാനുള്ളൊരു പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റിൽ തുക വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റോഡ് മണ്ണുത്തി വരെ മോഡൽ റോഡായിട്ട് മാറ്റാൻ സെൻട്രൈക്കോടെ മീഡിയ വെച്ച് അതുപോലെ തന്നെ ലൈറ്റ് ഇട്ട് ഒരു മോഡൽ റോഡായിട്ട് മാറ്റാനുള്ള നടപടികളും കിഴക്കൻ മേഖലയിൽ ചെയ്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഓൾറെഡി തേറാമ്പിൽ രാമകൃഷ്ണൻ മുൻ നിയമസഭാ സ്പീക്കർ താല്പര്യമെടുത്തുകൊണ്ട് മോഡൽ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മോഡൽ റോഡ് ഏകദേശം അതിന് പൂർത്തീകരിക്കാൻ വേണ്ടി ആ മോഡൽ റോഡിൻ്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ അതിലേക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം ബഡ്ജറ്റ് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MG റോഡാണ്. MG റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ വികസനമാണ്. പക്ഷേ കാലാകാലങ്ങൾ നമുക്ക് നടക്കാറില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു തൃശ്ശൂർ ജനത ആഗ്രഹിക്കുന്നതാണ് MG റോഡ് വികസനം. അത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 7 കോടി രൂപ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. രണ്ടാം ഘട്ടം എന്നതിൽ 15 കോടി രൂപ ഈ നമ്മുടെ പടങ്ങൾ തുകയേറ്റയിൽ വച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് MG റോഡ് വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ MG റോഡ് വികസനം ചെയ്യുമ്പോൾ അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. റെയിൽവേ ഓവർബ്രിഡ്ജ് വീതി കൂട്ടണം. സ്വകാര്യ പങ്കാളിത്തത്തോടെ എങ്ങാനും വീതി കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് റോഡ് വികസനമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മുണ്ടുപാലം ജംഗ്ഷൻ വികസനം, പൂങ്കുന്നം ജംഗ്ഷൻ വികസനം തുടങ്ങി നിരവധി ജംഗ്ഷൻ വികസനങ്ങളും വിഭാവനം ചെയ്തുകൊണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഉയർന്ന പ്രദേശമാണ് തൃശ്ശൂർ ടൗൺ. പൂരപ്പറമ്പിന് ചുറ്റും തെക്കിങ്ങാട് ബജാറിന് ചുറ്റും ഉയർന്ന പ്രദേശമാണ്. താഴത്തേക്ക് ഇങ്ങനെ റോഡുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലും സ്വരാജ് റൗണ്ടിൽ പോലും മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കും ഈ പ്രാവശ്യം ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം മണ്ണുത്തി അമല ബൈപ്പാസ് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിനും നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് തൃശ്ശൂർ പട്ടണമായിട്ടുള്ള അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. പിന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് മാറിയപ്പോൾ ഏക്കർ കണക്കിന് നമുക്ക് ഭൂമി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു കോൺക്രീറ്റ് കെട്ടിടം പോലും ഇല്ലാതെ, ഒരു മരം പോലും മുറിക്കാതെ അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഗാർഡനും ഒപ്പം തന്നെ ഈവനിങ്ങിന് ഇരിക്കാനുള്ള സംവിധാനങ്ങളും വാക്കിങ്ങിന് ഉള്ള സംവിധാനങ്ങളും ഒപ്പം തന്നെ മീറ്റിങ്ങുകൾ കൂടാനുള്ള ഒരു ഓപ്പൺ സ്റ്റേജും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിനും തുക മാറ്റിവെച്ചിട്ടുണ്ട്. തേക്കിങ്കാട് മൈതാന സൗന്ദര്യവൽക്കരണത്തിന് 1ാം ഘട്ടം 10 കോടി രൂപ ഇന്നലെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധായകനായിരുന്ന ജോൺസൺ മാഷ്ടെ ഓർമ്മയ്ക്കായിട്ടൊരു ഫൗണ്ടേഷൻ തുടങ്ങാനായിട്ടുള്ള ഒരു 5 കോടി രൂപ മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം തൃശ്ശൂരിലെ ഏറ്റവും വലിയ വ്യാപാരം എന്ന് പറയുന്നത് സ്വർണ്ണ വ്യാപാര രംഗത്ത്
നമ്മളിപ്പോൾ ഓരോ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ 100 വീട് കൂടുമ്പോഴും ഒരു 10-25 വീട്ടുകാർ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവരാണ്. അപ്പോൾ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്. ആഭരണ നിർമ്മാണ രംഗത്തും തൃശ്ശൂർക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സ്വർണ്ണാഭരണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ടാണ് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് പരിശീലനം നടക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ 10 കോടി രൂപ അങ്ങനെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം വി ഡി സതീശൻ വന്നതിന് ശേഷം നമ്മൾ വിഭാവനം ചെയ്യാനായി തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ പ്രായമായവരെ പ്രായമായവർക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ വീട്ടിലൊറ്റപ്പെടുകയാണ്. അവർക്കൊരു ഈവനിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാനും കൂടാനും ചെറിയ ചെറുതായിട്ടൊന്ന് ബോഡി അനങ്ങി ഷട്ടിൽ കളിക്കാനോ എന്തെങ്കിലുമുള്ളൊരു സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ആഗ്രഹം പറഞ്ഞ് പല ആളുകളും സമീപിച്ചിട്ടുണ്ട്. അതിനും കൂടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നു. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വരുന്നു. കുടുംബ ഇൻഷുറൻസ് വരുന്നു. അങ്ങനെ ജനകീയമായ ഒരുപാട് പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ പൂരം വഴിയാണ്. ആ തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ അഭിമാനമാണ്. അത് നിലനിർത്തുവാനും അതിൻ്റെ ഓരോ പൂരം കാലഘട്ടമാകുമ്പോൾ ഓരോ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. വെടിക്കെട്ട് വിവാദം, ആനകളെ കുറിച്ചുള്ള വിവാദം, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പൂരമൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമായി തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ പുലിക്കളി, തൃശ്ശൂരിൻ്റെ മാത്രമായിട്ടുള്ള ആണ് പുലിക്കളി. ഓണത്തിന് പുലിക്കളി എന്ന് പറഞ്ഞാൽ 4 ഓണത്തിനാൾ പുലി ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കാണാൻ വരുന്ന ആരാണ് പുലിക്കളിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പെട്ടെന്ന് നടപ്പാക്കാവുന്നതുള്ള തൃശ്ശൂരത്തെ വികസന പദ്ധതികളുമായി സംസ്ഥാന ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളതും എൻ്റെ മനസ്സിലുള്ള പ്ലാനുകൾ. സാർ, ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു MLA യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ MLA രാജൻ പല്ലൻ സാറാണ്. ആളെൻ്റെ സുഹൃത്തും കൂടിയാണ്. ആളുടെ ഓഫീസും എൻ്റെ ഫൈനാൻസും തൊട്ടടുത്തായിരുന്നു. അത് കാരണം ഞങ്ങൾ വളരെയധികം സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ആൾ മേയറായ കാലത്ത് പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം ജംഗ്ഷൻ, കിഴക്കേക്കോട്ട, കുറുക്കഞ്ചേരി ജംഗ്ഷനിലൊക്കെ വികസനം ഉണ്ടായിട്ടുള്ളത്. അതേപോലുള്ള വികസനങ്ങൾ നമ്മളിനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ആളുടെ നിന്ന്. കാരണം എല്ലാം ആൾ നോക്കി കണ്ട് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പേഴ്സണലായിട്ട് അറിയണത് കാരണം ഞാൻ പറയണത്. ഇനിയുള്ള വികസനം ആൾ നോക്കി ചെയ്തോളും. നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല, നമ്മുടെ മനസ്സിൽ കാണുന്നൊക്കെ ആൾ ചെയ്യേണ്ടത്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ ഇവിടെ ട്രാഫിക്. അപ്പോൾ നമുക്കൊരു സബ് റോഡ് ഏത് വഴിക്കാണ് നമുക്കത് കൂടെ മണ്ണത്തിലേക്ക് ഒരു സബ് റോഡ് എമർജൻസി ആയിട്ട് കൊണ്ടുവരണം. ആ മരുന്നൊക്കെ ബ്രിഡ്ജുകൾ വരാണ്ട് നമ്മുടെ കിഴക്കേക്കോട്ടയമ ബ്രിഡ്ജ് വരണം, പടിഞ്ഞാറ് കോട്ടയമലും ബ്രിഡ്ജ് വരണം. എന്നാലാണ് ട്രാഫിക് ബ്ലോക്ക്. പൂങ്കുന്നം ഭാഗം അതുപോലെ കിഴക്കേക്കോട്ട ഈ കോട്ട ഭാഗങ്ങളൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ശരിക്കും അവിടുന്ന് മണ്ണുത്തിരിക്ക് ടച്ച് ചെയ്യുന്ന ഒരു ഓവർ ബ്രിഡ്ജ് അതിന് വരികയാണെങ്കിൽ ഈ ടൗൺ ടച്ച് ചെയ്യാണ്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ, കോഴിക്കോട് ആ ഭാഗത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ, പാലക്കാട് പോകുന്നവർക്ക് അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ടൗണിൽ അത്രയും തിരക്ക് കുറഞ്ഞു കിട്ടും. ഇതൊക്കെ ടൗൺ ടച്ച് ചെയ്തിട്ടാണ് എല്ലാവരും പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. ടൗണിലേക്ക് വരാണ്ട് പിടിക്കും പോകാൻ പറ്റാത്ത ഈസ്റ്റ് ഫോർട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് കിടക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നിൽക്കേണ്ട ആവശ്യമാണ്. അതുപോലെ കുട്ടനല്ലൂർ ഉള്ള ഒരു വിഷയം. കുട്ടനല്ലൂർ ഒരു ഉരുളിൻ്റെ അരമണിക്കൂറൊക്കെയാണ് അവിടെ ബ്ലോക്ക് ആയിട്ട്. ഒന്നാമത് വണ്ടികൾ 2 വീലറും 4 വീലറും ഇത്രയും എല്ലാം ഒരാളുണ്ടെങ്കിൽ നേരെ കാറും കൊണ്ടാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അത്രയും പ്രാധാന്യം അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡും ഒക്കെ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ടൗണിൽ അത്രയും ബ്ലോക്ക് ഒന്നും കൂടും. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഈ ശൗചാലയങ്ങളൊക്കെ ആവശ്യത്തിനുള്ളതുണ്ടല്ലോ? ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. അവസാനം ഇപ്പോൾ ഇത് ബെൽമൗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉപയോഗശൂന്യ, അടിയിൽ ഇലക്ട്രിക്കിൻ്റെ മറ്റേതുണ്ട്, അതൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കണം. ആ ശൗചാലയങ്ങൾ വളരെ മോശമായിട്ട് കിടക്കണം.
ശക്തനിലാണെങ്കിലും അതിൻ്റെ അവസ്ഥ ജയ്ഹിന്ദ് മാർക്കറ്റിൽ ശൗചാലയം ഉണ്ട്, പക്ഷെ അത് വൃത്തിയായി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ കോർപ്പറേഷൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം. ജയ്ഹിന്ദ് മാർക്കറ്റിൽ പാലവിടെ ഇതൊരു ഞാൻ വ്യാപാരിയാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കുക, അതാണ് ഒരു ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു സംഭവം പറയട്ടെ, ഈ റൗണ്ടിൽ തന്നെ ഈ പറമ്പുകളില്ലേ പാമ്പിന്റെ വളരെയധികം ശല്യമുണ്ട്. ഇതുവരെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നടന്നിട്ടില്ല. ഓരോ ഹോള് ഇതില് കംപ്ലീറ്റ് ഹോളുകളിൽ കംപ്ലീറ്റ് ശല്യങ്ങൾ. ആൾക്കാർ പേടിയില്ലാണ്ടിരിക്കില്ലേ, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് അല്ല, ഇരിക്കാൻ പേടിയാ എന്ന് പറഞ്ഞ ഒരാൾക്ക് അറിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ ഒരാൾ മരിച്ചു, ഇതാണല്ലേ കഴിഞ്ഞ വർഷം. ആവശ്യമുള്ള അതായത് പൂരത്തിൻ്റെ സമയത്ത് ഉൾപ്പെടെ ഞങ്ങൾ തന്നെ ഇന്നലെ അവിടെ ഇരിക്കാറുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഒരു പാമ്പ് ഓടി പോണു. അത് വളരെ അടിയന്തരമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടതാണ്, MLA ശ്രദ്ധിക്കേണ്ടതാണ്. അത് അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അതൊന്ന് എടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് തൃശ്ശൂരെ വീർപ്പുമുട്ടിക്കുന്ന ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കെന്ന പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ തേക്കിൻകാട് മൈതാനത്തിലെ ഓരോ മരത്തിനോട് ചുറ്റുമുള്ള തറകളിലുള്ള പാമ്പിൻ്റെ ശല്യമാണ്. തേക്കിൻകാട് മൈതാനത്തിൽ വിശ്രമത്തിനും വിനോദത്തിനും വന്നിരിക്കുന്ന ജനങ്ങൾ പാമ്പ് ഭീഷണിയാൽ ഭയപ്പെടുന്നുണ്ടെന്നും പാമ്പ് കടിയേറ്റ് ഒരു വ്യക്തി മരിച്ചു എന്നും പറയുന്നു. ഈ പാമ്പ് ശല്യത്തിനെതിരെ ബാക്കി വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ തേക്കിൻകാട് മൈതാനത്തിൽ പാമ്പ് ശല്യത്തിനും ഒരു പരിഹാരം MLA കണ്ടെത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് തൃശ്ശൂർ മണ്ഡലത്തെ വികസനത്തിൻ്റെ മുന്നോടിയിൽ എത്തിക്കും MLA രാജൻ പല്ലൻ എന്നുള്ള വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഷെക്കീന ന്യൂസ്.